കാര്യം മോദിക്കല്ലേ പുതിയൊരു കൺസൾട്ടന്റ് അഡ്വൈസർ കടന്നു വന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മോഡിക്കലുണ്ട്. അപ്പം ഞാനിതൊരു പ്രത്യേക രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. കാര്യം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത്. നിങ്ങളുടെ ടീമിലെ അംഗങ്ങൾക്കെല്ലാം എഴുതിയെടുത്ത് അയച്ചു കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 50 PV 100 PV ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഓരോ കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് പ്രോഡക്റ്റ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്? നമ്മൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേസ്റ്റ് വേണം, ബ്രഷ് വേണം. മോഡിക്കലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പേസ്റ്റുകളുണ്ട്. അതായത് ഫ്രഷ് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്ലൂറൈഡ് പേസ്റ്റ് ഉണ്ട്, നമുക്ക് ബ്ലൂ പേസ്റ്റ് എന്നാ പറയുന്നത്. ഇനി അത് ഇഷ്ടമല്ലാത്ത ജെൽ പേസ്റ്റ് ഇഷ്ടമുള്ള ജെൻസീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ജെൽ പേസ്റ്റ് ഉണ്ട്. ചില പ്രായമുള്ള ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് ഹെർബൽ പേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് ഹെർബൽ പേസ്റ്റ് ഉണ്ട്. ആന്റി ക്യാവിറ്റി ടൂത്ത് പേസ്റ്റ് ഉണ്ട്. പല്ലിലെ പോടുകളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അതുപോലെ നല്ല ബ്രഷ് ഉണ്ട്, നമുക്ക് സോഫ്റ്റ് ബ്രഷ് ഉണ്ട്, 3-in-1 ബ്രഷ് ഉണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസ്റ്റിൽസ് ഉള്ള അമേരിക്കൻ ബ്ലൂപോണ്ടിന്റെ ബ്രിസ്റ്റിൽസ് ഉള്ള പേസ്റ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. അതുപോലെ തന്നെ 3-in-1 ബ്രഷ് എന്ന് പറഞ്ഞാൽ അത് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഗമ്മിനൊരു മസാജ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ടങ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിന്റെ ബാക്ക് സൈഡിൽ ഒരു റഫായിട്ടുള്ള പ്രതലമുണ്ട്, അത് വെച്ച് നമുക്ക് ടങ് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർ. ഇതുകൂടാതെ കുട്ടികൾക്കുള്ള പേസ്റ്റ്, കുട്ടികൾക്കുള്ള ബ്രഷ് ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റാകെയുള്ള ഏറ്റവും വേണ്ട ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്റെ വീട്ടിലുമുള്ള ആൾക്കാരെല്ലാം തന്നെ പേസ്റ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, പല്ല് തേക്കുന്ന ആൾക്കാരാണ്. അവിടെ കുട്ടികളുണ്ടാവും, പല ഏജിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അറേ ഓഫ് പ്രോഡക്റ്റ് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിൽ തന്നെ ഉണ്ട്, പേസ്റ്റിലും ബ്രഷിലും ഉണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളുടെ വയറ് അസിഡിക് ആയിരിക്കും. ഈ അസിഡിക് ആയിട്ടുള്ള ശരീരമുള്ള, അല്ലെങ്കിൽ അവർ ദഹന വ്യവസ്ഥയുള്ള വലിയ അസിഡിറ്റി കൂടിയ ആൾക്കാരാണെങ്കിൽ ഗ്യാസ്, പുളിച്ചത് കെട്ടൽ, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഈ പോഷകങ്ങളൊക്കെ അബ്സോർവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ അസിഡിക് ആയി കഴിഞ്ഞാൽ. അപ്പൊ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പുതിയ റിസർച്ചുകൾ പറയുന്നത് ആൽക്കലൈൻ വാട്ടർ ഉപയോഗിക്കാനാണ് പറയുന്നത്. രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ 2-3 ഗ്ലാസ് ആൽക്കലൈൻ വാട്ടർ കുടിക്കാന്നുണ്ടെങ്കിൽ അത് ആ ദിവസം മൊത്തം നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫുഡ് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും അതിൻ്റെ ന്യൂട്രിയൻസ് ഉപയോഗപ്പെടുത്താനും എല്ലാം പ്രയോജനം ചെയ്യും. അസിഡിറ്റി കുറഞ്ഞു കിട്ടും. അപ്പൊ അതിനുവേണ്ടി ആൽക്കലൈൻ പിക്ചർ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്കുണ്ട്. ആ പിക്ചറിനകത്ത് അതൊരു കണ്ടെയ്നറാണ്. അതിനകത്തോട്ട് നമ്മൾ വെള്ളം, അരിച്ച വെള്ളമോ അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളമോ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആൽക്കലൈൻ ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ റോ വാട്ടർ ഒഴിച്ചാലും നല്ല വെള്ളമാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ആൽക്കലൈൻ ആയിട്ട് കിട്ടുക. അത് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. രണ്ടാമത്തെ സംഗതിയാണ്, രാവിലെ തന്നെ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ മിക്കവാറും എല്ലാ ആൾക്കാരും ടീയോ കോഫിയോ കുടിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലോങ് ലീഫ് ടീ ഉണ്ട്, ഡസ്റ്റ് ടീ ഉണ്ട്. ഇനി കോഫി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി ഉണ്ട്. കടുപ്പത്തിൽ കോഫി വേണമെന്നുള്ളവർക്ക് ആ കടുപ്പത്തിലുള്ള കോഫി ഉണ്ട്. ഇനി ബ്ലെൻഡഡ് കോഫി വേണ്ടുന്ന ആൾക്കാർക്ക് ബ്ലെൻഡഡ് കോഫി ഉണ്ട്. ഇനി ഇതൊന്നും വേണ്ട, ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാർ, ആന്റി ഓക്സിഡന്റ് ആയിട്ടും വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ടും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാരും ഷുഗർ ഉള്ള ആൾക്കാരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ ടീ നമുക്കുണ്ട്. ഇനി കാശ്മീരി കവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എനർജി, രാവിലെ തന്നെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാശ്മീരി കവ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോഫി പോലെ, ഗ്രീൻ ടീ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ പ്രോഡക്റ്റ് ഉണ്ട്. നോക്കിയേ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെല്ലാം പ്രോഡക്റ്റുകളാണ്. 15ഓളം ഉൽപ്പന്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ സെഗ്മെന്റിൽ തന്നെ ഉണ്ട്. ഇനി കിച്ചണിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നമ്മൾ ആദ്യം നമുക്ക് വേണ്ടുന്നതെന്ന് പറയാം, ഡിഷ് വാഷ് ചെയ്യാൻ, നമ്മളെ പാത്രങ്ങൾ കഴുകാൻ നമുക്കൊരു ലിക്വിഡ് വേണം. വളരെ സേഫ് ആയിട്ടുള്ള, വളരെ ശക്തമായിട്ട് നമ്മുടെ എണ്ണയും മറ്റ് അണുക്കളെയും എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ള വണ്ടർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്. അതിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർ സ്ക്രബ് ഉണ്ട്.
ഈ സ്ക്രബിലൊന്നും ബാക്ടീരിയ ഡെവലപ്പ് ആവത്തില്ല. നമ്മൾ ഈ വണ്ടർ സ്ക്രബ് അല്ലാതെ നമ്മൾ സ്പോഞ്ചോ മറ്റ് എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ശരി തന്നെ അതിനകത്ത് ആഹാര അവശിഷ്ടങ്ങൾ കയറി ഇടുന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആകുമ്പം ബാക്ടീരിയയുടെ ഒരു കോളനി ആയിരിക്കും അവിടെ. പക്ഷെ നമ്മൾ വണ്ടർ സ്ക്രബിനകത്ത് ഒരു തരത്തിൽ ആഹാര അവശിഷ്ടങ്ങൾ അവശേഷിക്കത്തുമില്ല. അതുപോലെ തന്നെ അതിനകത്ത് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യത്തില്ല. 100% സ്റ്റീലിൽ മെയ്ഡാണത്, പൊട്ടിപ്പോവില്ല, തുരുമ്പെടുക്കത്തില്ല. അപ്പം ഈ വണ്ടർ സ്ക്രബ് ഡ്രോപ്പിനോടൊപ്പം തന്നെ 10 ml എടുത്ത് 1 ലിറ്റർ നമുക്ക് ഉണ്ടാക്കാം. 10 ml മതി. ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ട് കിണ്ണത്തിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടർ സ്ക്രബ് ഉപയോഗിച്ച് ഡിഷ് വാഷ് ചെയ്യാൻ കഴിയും കേട്ടോ. എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ദെൻ കിച്ചണിൽ തന്നെ അടുത്ത നമ്മൾ ആഹാരം പാചകം ചെയ്യാനാണെങ്കിൽ നമുക്ക് കറി പൗഡേഴ്സ് ഉണ്ട് ധാരാളം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കറി പൗഡേഴ്സ് ഉണ്ട്. മസാലകളുണ്ട്, ഗരം മസാല, അതുപോലെ തന്നെ ചാട്ട് മസാല, ഫിഷ് മസാല, അങ്ങനെയുള്ള ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ കായമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒറിജിനൽ കായം എനിക്ക് ഉപയോഗിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക യഥാർത്ഥത്തിൽ മോഡി കയറി വന്നിട്ടാ. ചെറിയ ബോട്ടിലാണ്, പക്ഷെ എന്തോ ഒരു മണമെന്നറിയാം. ഇതൊക്കെ വെച്ച് സാമ്പാർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റ് ആണെന്നറിയാവോ. അപ്പൊ കായമുണ്ട്, പിക്കിൾസ് ഉണ്ട്, പാചകം ചെയ്യാനുള്ള ഓയിൽ, തവിടെണ്ണ, വെളിച്ചെണ്ണ, കടുകെണ്ണ, ഓട്സ് ഉണ്ട്, പാസ്ത ഉണ്ട്, ഡയബറ്റിക് റൈസ് ഉണ്ട്, ബസുമതി റൈസ് ഉണ്ട്, ഘീ ഉണ്ട്. ഇതുകൂടാതെ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും നമ്മൾ തേന് വാങ്ങും. അതുപോലെ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള സ്റ്റീവിയ പൗഡർ ഉണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റിൽ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഇനി കിച്ചണിൽ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ യൂട്ടൻസിൽസ് ആണ്, സ്റ്റോറേജസ് ആണ്. നമുക്ക് അവിടെ പയറ്, കടല, അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇട്ട് സൂക്ഷിക്കാൻ ഉള്ള എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കാനുള്ള സ്റ്റോറേജസ്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമ്മളെ ആഹാരങ്ങൾ സൂക്ഷിക്കാൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധാരണ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊന്നും ഫ്രിഡ്ജിൽ ആഹാര സാധനങ്ങൾ മിച്ചം വന്നതൊന്നും യഥാർത്ഥത്തിൽ വെക്കാൻ പാടില്ല. കാര്യം അത് ഭയങ്കര ടോക്സിക് ആവും. പക്ഷെ നമുക്കിവിടെ വളരെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഒരു കാരണവശാലും ഒരെണ്ണത്തിലെ മണം വേറെണ്ണത്തിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ അതിനകത്തേക്ക് കടന്നു ചെല്ലുകയോ അവിടെ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാത്ത രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാമെന്ന് വളരെ സുരക്ഷിതമാക്കി വെക്കാൻ പറ്റുന്ന ധാരാളം വലിപ്പത്തിലുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്, മനോഹരമായ ഉണ്ട്. അതുപോലെ കത്തി ഉണ്ട്, നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള കത്തി നമുക്ക് ഈ മോഡിക്കലുണ്ട്. അതെല്ലാം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഹൗസ് ക്ലീനിങ്, വീട് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡെസോൾ എന്ന് പറഞ്ഞ ഫ്ലോർ ക്ലീനർ ഉണ്ട്. HD ഫ്ലോർ ക്ലീനർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കിച്ചണിലും അതുപോലെ തന്നെ കാർ പോർച്ചൊക്കെ കഴിയാനുള്ളതാണ്. അതുപോലെ ബിയോണ്ട് ബ്ലോ എന്ന് പറഞ്ഞ ക്ലോസറ്റ് ക്ലീനർ ഉണ്ട്. സ്റ്റെറി ക്ലീൻ എന്ന് പറഞ്ഞ നേരത്തെ രവീന്ദ്ര സാറ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ വാഷ് ബേസിനൊക്കെ രാത്രി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെറി ക്ലീൻ ഒന്ന് സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ഈച്ച ഭയങ്കര ശല്യമാണ്. നിങ്ങൾ സ്റ്റെറി ക്ലീൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഈച്ച ഒന്നും പിന്നെ 7 അയലത്ത് വരത്തില്ല. അതുപോലെ ഈ പാറ്റ, ഉറുമ്പ്, അതിനെയൊക്കെ അകറ്റിക്കളയാൻ ഈ സ്റ്റെറി ക്ലീൻ വളരെ നല്ല. മൈറ്റീൻ വൺ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് നമുക്ക് ഡെയിലി നമ്മളെ സ്വിച്ച് ബോർഡുകൾ, അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പില്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്യാസ് ബർണേഴ്സ്, അതെല്ലാം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്ന ബാത്റൂമിലെ ഫിറ്റിംഗ്സ് ക്ലീൻ ചെയ്യാനുള്ള പ്രോഡക്റ്റ്. ഞാനിത് പറയുന്ന കാരണം എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണിത്. നിങ്ങൾ എഴുതിയെടുക്കുക. അതിനോടൊപ്പം ഞാൻ ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ലേന മനോജ് തീർച്ചയായിട്ടും ഇത് PDF ആയിട്ടും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ആയിട്ടും നാളെ രാവിലെ തന്നെ ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ ക്ലോത്ത് വാഷ് ചെയ്യാൻ നോക്കിയാൽ ഹൗസ് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് വസ്ത്രങ്ങൾ അനക്കാൻ എല്ലാ ദിവസവും വീടുകളിൽ ഈ ഹൗസ് ക്ലീനിങ് ഉണ്ടാവും. അതുപോലെ എല്ലാ ദിവസവും വീടുകളിൽ വസ്ത്രങ്ങൾ കഴുകുന്നുണ്ടാവും. വാഷ്മേറ്റ് എന്ന് പറഞ്ഞിട്ട് കോൺസെൻട്രേറ്റഡ് ഡിറ്റർജന്റ് ഉണ്ട്, ലോകത്തെ ഏറ്റവും ലാഭകരമായ ഡിറ്റർജന്റ്. അതുപോലെ തന്നെ ഫൈൻ വൺ ലിക്വിഡ് ഉണ്ട്, ഫ്രണ്ട് ലോഡിലും ടോപ്പ് ലോഡിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്റ്റെയിൻ റിമൂവർ ഉണ്ട്, അഴുക്ക് കളയാൻ. ഡെലിക്കേറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വസ്ത്രങ്ങളും വയസ്സായ ആൾക്കാരുടെ വസ്ത്രങ്ങളും കഴുകിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള സർഫക്റ്റൻസ് ഒന്നും ഉപയോഗിക്കാത്ത വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സർഫക്റ്റൻസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിന് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ളതാണ്. വളരെ നല്ല മണമാണ്, കുട്ടികൾക്കും താങ്ങാൻ പറ്റുന്ന വളരെ മനോഹരമായ മണമാണ് അതിനുള്ളത്. അങ്ങനെയുള്ള ഡെലിക്കേറ്റ് ലിക്വിഡ് ഉണ്ട്. പിന്നെ ഡിറ്റർജന്റ് കേക്ക് ഉണ്ട്. ചില ആൾക്കാർക്ക് കേക്ക് വെച്ച് നിറച്ചാലേ തൃപ്തിയാവും, കോളറിലോ അല്ലെങ്കിൽ സാരി ഫോൾസിലോ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കേക്കുകളുണ്ട്. നോക്കിയേ, എല്ലാം ഒരു തുണി കഴുകാനുള്ള എല്ലാ സാധനവും ആ കാറ്റഗറി ഉണ്ട്. പിന്നെ ബാത്തിങ്, കുളിക്കാൻ കയറി കഴിഞ്ഞാൽ
നമ്മളെ സ്കിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ശരീരം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈപ്പേൾ എന്ന് പറയുന്ന സോപ്പ് ഉണ്ട്, ബോഡി പഫ് ഉണ്ട്. വൈപ്പേളും ബോഡി പഫും കൂടെ ചേർത്ത് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ വളരെ നാള് നമുക്ക് ഈ സോപ്പ് ലാസ്റ്റ് ചെയ്യും. ഭയങ്കര ലാഭമാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏത് പ്രോഡക്റ്റിന്റെയും 3 ഇരട്ടി 4 ഇരട്ടി ലാഭമാണ് നമ്മളെ പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ സോപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഗ്ലിസറിൻ ആൻഡ് ഹണി ബാർ ഉണ്ട്. അത് ശരിക്കും ഒരു അതിമനോഹരമായ ഒരു പ്രോഡക്റ്റാണ്. ഒരുവിധപ്പെട്ട ഞാൻ പറയുന്ന 95% സ്കിൻ ഡിസീസസും ക്യൂർ ചെയ്യാൻ കഴിയുന്ന ഒരു ബാറാണ് ഈ ഗ്ലിസറിൻ ആൻഡ് ഹണി ബാർ. അപ്പൊ അത് സ്കിൻ ഡിസീസ് മാത്രമല്ല, ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കും ഈ ഗ്ലിസറിൻ, പിന്നെ കാല് പൊട്ടുന്ന, കൈ പൊട്ടുന്ന, അങ്ങനെയുള്ള കൈക്ക് അലർജി ഉള്ള ആൾക്കാർക്ക് എല്ലാം ഈ ഗ്ലിസറിൻ ആൻഡ് ഹണി ബാർ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ സാൻഡല്, ഓറഞ്ച്, നീം, തുളസി അങ്ങനെ തുടങ്ങിയുള്ള സാധാരണ സോപ്പുകൾ, സാധാരണ റേഞ്ചിലുള്ള സോപ്പുകളുണ്ട്. പിന്നെ അതിമനോഹരമായ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കുറവായിരിക്കും, പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികളും നമ്മുടെ ചുറ്റുമുള്ള വീടുകളിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇപ്പം സോപ്പല്ല ഉപയോഗിക്കുന്ന, ബോഡി വാഷാണ്. ബോഡി വാഷ്. അപ്പം ഊതെന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ബോഡി വാഷ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഉപയോഗിച്ചാൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ പ്രോഡക്റ്റ് വിടത്തില്ല. ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര മെസ്മറൈസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള ഒരു ബോഡി വാഷാണ്. അപ്പൊ അങ്ങനെയുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ബാത്തിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ട്. ഇനി ബാത്തിങ്ങിൽ തന്നെ രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയാണ് വാഷ് ചെയ്തത്, രണ്ടാമത് ഹെയർ ആണ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഷാമ്പു ഉണ്ട്, സലോൺ കാറ്റഗറിയിലുണ്ട്, ഫ്രൂട്ട് ഓഫ് ദി എർത്ത് കാറ്റഗറിയിലുണ്ട്. അത് ഹെയർ ഫാൾ ഷാമ്പു ഉണ്ട്, ആന്റി ഡാൻഡ്രഫ് ഉണ്ട്, നോർമൽ ഷാമ്പു ഉണ്ട്, അതുപോലെ തന്നെ സ്പ്ലിറ്റിൻ്റെ ഉണ്ടാവാതിരിക്കാനുള്ള ഷാമ്പു ഉണ്ട്, അതുപോലെ തന്നെ കണ്ടീഷണേഴ്സ് ഉണ്ട്, മുടി നല്ല എണ്ണമയമുള്ളവര്, ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ട്, അതുപോലെ ഹെയർ ഓയിൽസ് ഉണ്ട്. ഇനി നിങ്ങൾ കുളിച്ചില്ല, നിങ്ങളുടെ മുടി ഒന്ന് മാനേജ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഒരു അല്പ ഹെയർ ഓയിൽ എടുത്ത് മുടിയിൽ തേച്ചിട്ട് ചീകി കഴിഞ്ഞാൽ നല്ല എണ്ണ തേച്ച പോലെ മെഴുമെഴായിരിക്കും, അതുപോലെ മുടി കെട്ടിപ്പോവില്ല. അങ്ങനെയുള്ള ധാരാളം ഹെയർ കെയറിനുള്ള പ്രോഡക്റ്റുകൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള വലിയ സാധ്യതയാണ്. അപ്പൊ ആ കാറ്റഗറി. പിന്നെ ബോഡി കെയറിൽ വന്നിട്ട് ബോഡി ലോഷൻസ് ഉണ്ട്, എസെൻഷ്യൽ ഉണ്ട്, ഗ്ലിസറിൻ ആൻഡ് ഹണി എന്ന് പറഞ്ഞിട്ട് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റിന്റെ. പിന്നെ ഊതിന്റെ കോഫിയുടെ കാര്യം പ്രീമിയം സെഗ്മെന്റ് ആണ്, പറയേണ്ട കാര്യം. പിന്നെ ബോഡി ബട്ടർ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഉൽപ്പന്നമുണ്ട്. ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക എസ്പെഷ്യലി ബോഡി ബട്ടർ നല്ലതാണ്. പിന്നെ ഈ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, റഫായിട്ടുള്ള സഞ്ചരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് ഈ ബോഡി ബട്ടർ എടുത്ത് തേക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ കോൾഡ് ക്രീം ഉണ്ട്, കോൾഡ് സമയത്ത് ഉപയോഗിക്കാനാണ് അത് കൂടുതൽ നല്ലത്, അല്ലാതുള്ള സമയത്ത് ഉപയോഗിക്കാൻ. ഇനി ഹാൻഡ് കെയറിന് കണ്ടോ, നമ്മള് സ്കിൻ വാഷ് ചെയ്യാന്, ഹെയർ വാഷ് ചെയ്യാന്, ബോഡി കെയറിന്. ഇനി ഹാൻഡ് വാഷിനായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ട്. എല്ലാ വീട്ടിലും വാഷ് ബേസിന്റെ അവിടെ ഉണ്ട്, ബാത്റൂമിലുണ്ട് ഇന്ന് ഹാൻഡ് വാഷ് എല്ലാ വീടുകളിലും. അപ്പൊ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. സാനിറ്റൈസേഴ്സ്, ഇപ്പോഴത്തെ രോഗങ്ങൾ, നിങ്ങൾ വെളിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാനിറ്റൈസർ നമ്മളെ കയ്യിൽ, മോഡിക്കേണ്ട സാനിറ്റൈസർ. ഇനി ഹെയർ കളർ, ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ 95% ആൾക്കാർ ഹെയർ കളർ ഉപയോഗിക്കുന്ന ആൾക്കാർ. അവർ ഈ വളരെ ഹസാർഡായിട്ടുള്ള ഹെയർ കളേഴ്സ് ആണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. മോഡി കെയറിൽ ഇത്രയും മനോഹരമായ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെയർ കളർ ഉണ്ടെന്ന് അവർക്കറിയില്ല. നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കസ്റ്റമേഴ്സും എല്ലാ വീടുകളിലും ഈ ഹെയർ കളർ ഉപയോഗിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അവരെ മുഖം നിങ്ങൾ നോക്കിയാൽ മതി, കറുത്തിരിക്കുകയാണ്. കാര്യം ആ ഹെയർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ കളറിന്റെ എഫക്റ്റ് കൊണ്ടാണ്. അത് സ്കിന്നിൽ വന്നിട്ട് അതിനകത്തുള്ള കെമിക്കൽസ് കിഡ്നിയിൽ പോയി കിഡ്നിക്ക് ഡാമേജ് ചെയ്യും. പക്ഷെ നമ്മളെ ഹെയർ കളറിൽ അങ്ങനെയുള്ള ഡാമേജ് ചെയ്യുന്ന ഹസാർഡായിട്ടുള്ള യാതൊരു കെമിക്കലും അടങ്ങിയിട്ടില്ല, നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇനി സ്കിൻ കെയർ വരുമ്പോഴത്തേക്ക്, സ്കിൻ കെയറിൽ വന്നിട്ട് ക്ലെൻസർ ഉണ്ട്, ടോണർ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, സൺ പ്രൊട്ടക്ട് ക്രീംസ് ഉണ്ട്. ഇതൊക്കെ ഇന്ന് പെൺകുട്ടികളെല്ലാം, കൊച്ചുകുട്ടികൾ, ഇപ്പൊ 7, 8, 10 വയസ്സുള്ള കുട്ടികളുടെ റൂം പരിശോധിക്കാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ക്ലെൻസറും ഫേസ് വാഷും അതുപോലെ ടോണറും മോയ്സ്ചറൈസർ, SPF ഇടാതെ ഇന്നിപ്പോ ഒരു പെൺകുട്ടികളും പുറത്തു പോകുന്നില്ല. എല്ലാ വീടുകളിലും നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെല്ലാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ്, നിത്യം ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഹൈബ്രിഡ് ബീറ്റ് ദി സൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, സൂപ്പർ പ്രോഡക്റ്റ്. കൊടുത്ത ആൾക്കാരെല്ലാം അതിശയിച്ച് വീണ്ടും വീണ്ടും വാങ്ങുന്ന പ്രോഡക്റ്റ് ആണ് ഹൈബ്രിഡ് സൺ ബീറ്റ് ദി സൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്.
ഇനി മേക്കപ്പ് സെക്ഷനിൽ നിങ്ങൾ നോക്കിയോ, മേക്കപ്പ് സെക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കാത്ത കുട്ടികളില്ല, ചെറുതായിട്ടൊരു മേക്കപ്പ് ഉപയോഗിക്കാത്ത കുട്ടികളില്ല. നമുക്ക് നല്ല പ്രൈമർ ഉണ്ട്, BB ക്രീം ഉണ്ട്, CC ക്രീം ഉണ്ട്, കോമ്പാക്ട് പൗഡർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് കുട്ടികളെല്ലാം ഉപയോഗിക്കുന്നത്, പഠിക്കാൻ പോകുന്ന കുട്ടികളും അല്ലാതുള്ള കുട്ടികളും ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഐ മേക്കപ്പിനുള്ള സാധനങ്ങളുണ്ട്, ലിപ്പ് മേക്കപ്പിന് ലിപ്സ്റ്റിക്, അങ്ങനെയുള്ള ലിപ്പ് ലൈനർ, ലിപ് ഗ്ലോകൾ, അങ്ങനെയുള്ള നെയിൽ മേക്കപ്പിൽ നെയിൽ പോളിഷുകളുണ്ട് കേട്ടോ. ധാരാളം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ബേബി പ്രോഡക്ട്സ്, കൊച്ചു കുട്ടികൾ നമ്മളെ ചുറ്റും, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും നമ്മളെ ചുറ്റുമുള്ള വീടുകളിൽ കൊച്ചു കുട്ടികളുണ്ടാവും. ബേബി സോപ്പ് ഉണ്ട്, ബബിൾ ബാത്ത് ഉണ്ട്, മസാജ് ഓയിൽ ഉണ്ട്, ബേബി പൗഡർ ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, മിൽക്ക് ക്രീം ഉണ്ട് കുട്ടികൾക്ക് വേണ്ട. കുട്ടികൾക്ക് വേണ്ടുന്ന ഫുൾ പ്രോഡക്റ്റ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു കുട്ടിയെ നമ്മൾ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഡിക്കേണ്ട ഒരു സെറ്റ് പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു ചേച്ചി വീട്ടിനടുത്തുള്ള മറ്റൊരു കുട്ടിയെ കാണാൻ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അവരെ അറിയിക്കണം, വളരെ വലിയ സാധ്യതയാണ്. ഇനി ബേസിക് ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ട് നമുക്ക് ഡെയിലി നീഡ്സിൽ, ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്, മൾട്ടി വിറ്റമിൻസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഒമേഗ 3 ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോട്ടീനുകൾ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ്. കുട്ടികളുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. നമുക്കറിയാം, ഈ മഴയൊക്കെ ആയ സമയത്ത്, സ്കൂൾ തുറന്ന സമയത്ത് കുട്ടികൾക്കെല്ലാം തന്നെ പനി, ജലദോഷം, ചുമ, അങ്ങനെയുള്ള ശ്വാസകോശമായ സംബന്ധമായ അസുഖങ്ങൾ, അങ്ങനെയുള്ള പല പല ചലഞ്ചസ് ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരുടെ ജനറൽ ഹെൽത്ത് നന്നാക്കാനും അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. മറ്റൊന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ സിറപ്പുകളുണ്ട്. അതൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുമുള്ള കുടുംബാംഗങ്ങളെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ആൾക്കാർ ധാരാളമുണ്ട്. ഇപ്പൊ നമുക്ക് കാർഡിയോ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ ഡയബറ്റിക് സംബന്ധമായ അസുഖങ്ങളുണ്ടാവും, ബ്ലഡ് പ്രഷർ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടാവും, ഇപ്പൊ കൊളസ്ട്രോളിന്റെ വേരിയേഷൻ ഉള്ള ആൾക്കാരുണ്ടാവും, ജോയിന്റ് പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ടാവും, തീർച്ചയായിട്ടും ധാരാളം പേരുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് ധാരാളം കുടുംബാംഗങ്ങൾക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് ഇതിനെല്ലാമുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ചില കുടുംബാംഗങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ മാനസിക സംഘർഷങ്ങൾ, ജോലി സ്ഥലത്തും പഠിക്കുന്നതും കുടുംബങ്ങളിലുള്ള മാനസിക സംഘർഷം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിനൊക്കെ ഉള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ് നമുക്ക് മോഡിക്കലുണ്ട്. അതുകൂടാതെ ഏറ്റവും മനോഹരമായ ഒരു പ്രോഡക്റ്റാണ് ആന്റി ഏജിങ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രായത്തെ പിടിച്ചു നിർത്തുന്ന ഉൽപ്പന്നങ്ങൾ. ഇവിടെ മോഡിക്കലിൽ ഇന്റലക്റ്റ് എന്ന് പറഞ്ഞൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫാറ്റ് ബേണേഴ്സ് ഉണ്ട്. ഈ വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാറ്റ് ബേണർ ക്യാപ്സൂൾ ഉണ്ട്. 2 നേരത്തെ മീൽ റീപ്ലേസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷൻ ഷേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് ബേണർ പ്രീമിക്സ് ഉണ്ട്, ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രീമിക്സ് ഉണ്ട്. ഇതിനൊക്കെ തന്നെ നേരത്തെ രവി സാർ പറഞ്ഞതുപോലെ ഈ ആക്ടിവേറ്റ് പോലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഈ വെൽനസ് കാറ്റഗറി ഫാറ്റ് ബേണേഴ്സ് ഉണ്ട്. അത് മെറ്റാബോളിക് ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ, ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കും ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ, വണ്ണം കുറയ്ക്കാനുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ മെറ്റാബോളിക് ബൂസ്റ്റ് കൂടെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ആ കാറ്റഗറിയിലുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അഗർബത്തീസ് ആണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വൈകുന്നേരം നമ്മൾ മോഡിക്കേന്റെ അഗർബത്തീസ് ഒന്ന് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ, ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ അതിന്റെ ധൂപ് സ്റ്റിക്കുകളുണ്ട്, ഇതൊക്കെ ഉപയോഗിക്കാന്ന്. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ മണം എന്ന് പറയുന്നത്, ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഭയങ്കര മൂഡ് എലിവേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വൈകുന്നേരം ഒന്ന് കത്തിച്ചു വെക്കാന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയാൻ വളരെ വലുതാണ്. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും, ചുറ്റുമുള്ള എല്ലാ വീടുകളിലും ഈ അഗർബത്തീസും ധൂപമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെമിക്കൽ പ്രോഡക്റ്റ് ആണ്. അതിനെ നമുക്ക് മോഡിക്കേണ്ട ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഒന്നുകിൽ ഒരു ഗാർഡൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാവും, ഇല്ലെങ്കിൽ
പഴം, പച്ചക്കറികൾ, അതുപോലുള്ള കൃഷികളുണ്ടാകും. ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നേരത്തെ രവിചേട്ടൻ പറഞ്ഞ പോലെ ആക്ടിവേറ്റിയും ആക്റ്റീവ് സൈമും പോലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഇപ്പൊ 2 വീലറുണ്ട്, 4 വീലറുണ്ട്. അപ്പം ആ വീടുകളിലൊക്കെ അതൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന ഓട്ടോ വാഷ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അത് പോളിഷ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്, മൈറ്റീൻ വൺ എന്ന് പറയുന്ന പോളിഷ് ഉണ്ട് ആ കാറ്റഗറിയിൽ. അത് നമ്മുടെ ഡാഷ് ബോർഡുകൾ, സൈഡിലെ നമ്മുടെ ഡോറിന്റെ സൈഡിലുള്ള പ്ലാസ്റ്റിക് പാർട്ടുകളൊക്കെ തന്നെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ പുത്തനായിട്ടിരിക്കും. അങ്ങനെയുള്ള പ്രോഡക്റ്റ്. ഇപ്പൊ മഴ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലൊക്കെ ഈ ഈ ഫോഗ് പിടിക്കുമല്ലേ, അത് മാറ്റാനായിട്ട് സ്പാർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ക്ലീനർ ഉണ്ട്. അത് നമ്മൾ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്പ്രേ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോഗ് പിടിക്കില്ല, അകത്തും പിടിക്കില്ല, പുറത്തും പിടിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 68% വിലക്കുറവില്, എന്ന് പറഞ്ഞാൽ MRPയുടെ പകുതിയിൽ താഴെയുള്ള വിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം മോഡിക്കന്റെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ മാർക്കറ്റ് പ്രോഡക്റ്റുകളെക്കാളും 2-3 മടങ്ങ് ലാഭത്തിൽ. ഇപ്പം 3 പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ മോഡിക്കന്റെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ, അപ്പോൾ ഹാർപ്പിക്ക് പോലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ മോഡിക്കന്റെ 4 പ്രോഡക്റ്റ്, ഹാർപ്പിക്ക് പോലുള്ള 4 പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ മോഡിക്കന്റെ ഒരു ബിയോണ്ട് ബ്ലൂ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഭയങ്കര ലാഭകരമാണ്. വാഷിംഗ് പൗഡർ ആണെങ്കിൽ നമുക്ക് 5 രൂപയ്ക്ക് മോഡിക്കന്റെ വാഷിംഗ് പൗഡർ കൊണ്ട് ഒരു ബക്കറ്റ് തുണി കഴുകാം. മറ്റുള്ള മാർക്കറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 15 രൂപ 20 രൂപ ആകുന്ന സ്ഥലത്താണ്. അപ്പം ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡിക്കർ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ, ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ 33% വിലക്കുറവിൽ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. അതുകൂടാതെ 10% റീപർച്ചേസ് ഓഫറുണ്ട്. പിന്നെ 25% വരെ ലോയൽറ്റി ഓഫറുണ്ട്. അപ്പോൾ 68% വരെ പർച്ചേസ് ഡിസ്കൗണ്ടുകൾ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആക്ടിവേഷൻ ബോണസ് എന്ന് പറഞ്ഞിട്ട് 20 PV ചെയ്യുമ്പോൾ 1 ഷെയർ, 50 PV ചെയ്യുമ്പോൾ 2 ഷെയർ, 100 PV ചെയ്ത് കഴിഞ്ഞാൽ 3 ഷെയർ, അങ്ങനെ ഒരു ഷെയർ വാല്യൂ ഏകദേശം 90 രൂപയ്ക്ക് മേളിലുണ്ട്. അപ്പൊ അത് ബോണസ് ആയിട്ട് പണമായിട്ട് തന്നെ ബാങ്കിൽ ലഭിക്കാനുള്ള അവസരമുണ്ട് ഡിയർ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തന്നെ, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എല്ലാം തന്നെ ഇത്തരം പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവർ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടെന്ന് അവരെ നമ്മൾ അറിയിക്കുക, അവരെ നമ്മളെ കസ്റ്റമറാക്കി മാറ്റാൻ കഴിയാം. 4, 5, 10 ആൾക്കാരെ നമ്മളെ കസ്റ്റമറാക്കി മാറ്റാൻ കഴിയാൻ തീർച്ചയായിട്ടും നമുക്കൊരു 50 PV, 100 PV, 200 PV ഒക്കെ ചെയ്യുന്നത് ഒരു വിഷയമേ അല്ല. അതിനോടൊപ്പം തന്നെ ഈ ഘർ ഘർ ആസാദി എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു കൺസെപ്റ്റ് മോഡിക്കലുണ്ട്. എന്ന് പറയാം, സമീർ മോഡി സാറിന്റെ ഒരു ആശയമാണ് എല്ലാ കുടുംബങ്ങളും മോഡിക്കൽ അംഗങ്ങളായി എല്ലാ കുടുംബങ്ങൾക്കും നല്ല ആരോഗ്യവും സമ്പത്തും നൽകുക എന്നുള്ളതാണ് ഈ ഘർ ഘർ ആസാദി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ എല്ലാവരെയും നമുക്ക് മോഡിക്കൽ കൊണ്ടുവന്ന് ഈ 68% വിലക്കുറവിൽ ഈ ഉൽപ്പന്നങ്ങൾ വളരെ ലാഭകരമായി ഉപയോഗിക്കാനും പ്രകൃതിക്കോ മനുഷ്യ ശരീരത്തിനോ ദോഷകരമല്ലാത്ത നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന, പണം സമ്പാദിച്ചിരുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള കുടുംബങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതുപോലെ ആ കുടുംബങ്ങൾക്ക് മോഡിക്കന്റെ ഇൻഫിനിറ്റി പ്ലാനിലൂടെ വളരെ വലിയ അധിക വരുമാനം നേടിക്കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ആൾറെഡി ക്രിയേറ്റഡ്. ഇവിടെ എല്ലാ അവസരങ്ങളും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പ്രോഗ്രാം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു പുതിയതായിട്ടൊരു മോഡി കെയർ കൺസൾട്ടന്റ് കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റ് പ്രോഡക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മോഡി കെയറിന്റെ പ്രോഡക്റ്റ് എന്തൊക്കെയുണ്ട്, അതുപോലെ നിലവിലുള്ള കൺസൾട്ടന്റുമാർക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അതുപോലെ പുതുതായിട്ട് നിങ്ങൾക്ക് ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഈ ഈ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് കാണിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ധാരാളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് അവർ നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് മോഡിക്കന്റെ ഉൽപ്പന്നങ്ങൾ വെച്ച് റീപ്ലേസ് ചെയ്യാൻ കഴിയുമെന്ന്, ഇതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും നല്ലൊരു കസ്റ്റമറായും നല്ലൊരു നെറ്റ്വർക്കറായും നേട്ടങ്ങൾ നേടിയെടുക്കാനും കഴിയും. ചുറ്റുമുള്ള ആൾക്കാർക്കും എല്ലാ ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളതാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനും അതിലൂടെ നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് മോഡി കെയറിൽ വളരെ വലിയ നേട്ടങ്ങൾ, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തിയെടുക്കാനും നമ്മുടെ ഈ ട്രെയിനിങ്ങും ഈ സ്ലൈഡുകളും സഹായിക്കുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മോഡി കെയർ ഇൻഫിനിറ്റി പ്ലാനിലൂടെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി സക്സസ്.